എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു വർഷം 1996 ഓഗസ്റ്റ് അവസാനത്തെ ആഴ്ച. അന്ന് ഞാൻ മേശിരി പണിയൊക്കെ തുടങ്ങി വരുന്നൊരു കാലഘട്ടം. സ്കൂൾ ജീവിതത്തിനോടൊപ്പം തന്നെ മേശിരി പണിയും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഒരു 100 മീറ്റർ അപ്പുറത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ പണി നടക്കുന്നു. അപ്പോൾ ഞാൻ അന്ന് മേശിരി പണി പഠിച്ച് തുടങ്ങി വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ ചള്ള കൊണ്ട് പടിയിൽ കട്ടയേർത്ത്, ചെളി കൊണ്ട് കട്ടയേർത്ത് കെട്ടുന്നൊരു വീടായിരുന്നു. അദ്ദേഹം ബന്ദിക്കോസിൻ്റെ വിശ്വാസത്തിലെ പാസ്റ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ ആ പണി തുടങ്ങി. എൻ്റെ മൂത്ത ചേട്ടൻ സത്യദേവനും അന്ന് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 150 മീറ്റർ അപ്പുറം 100-150 മീറ്റർ അടുത്താണ് ഈ വീട് പണി നടക്കുന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട ആത്മാർത്ഥമായ സുഹൃത്ത് രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രാജു മകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകുത്ത് പേര്. അദ്ദേഹത്തിൻ്റെ അനിയത്തിയുടെ പേര് മിനിമോൾ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് ലളിത എന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ജോർജ് എന്നാണ്. അപ്പോൾ ഈ ലളിത എന്ന് പറഞ്ഞ അമ്മ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വഴിയിൽ ഒരു കുഞ്ഞു നടവഴിയാണ്. പെട്ടെന്നൊരു പാമ്പതിഥി എഴഞ്ഞു വന്ന് അദ്ദേഹത്തിൻ്റെ ആ വഴിയിൽ, ആ വീട്ടിൻ്റെ മുന്നിലുള്ള വഴിയിലൊരു പാറക്കഷ്ണം കിടന്നു. അതിൻ്റെ അടിയിലൊന്നും കയറി. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നെ വന്ന് അമ്മ രാജുമോനാണ് എന്നെ ഒന്ന് വിളിക്കുന്നത്. രാജുമോനോ സാബുവോ അവർ രണ്ടുപേരും ആരാണ് എന്നെ ഒന്ന് വിളിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഫ്രഷായി തലയൊക്കെ തോത്തി പെട്ടെന്ന് അവിടെ ചെല്ലുന്നു. ഈ അതിഥിയെ കാണുന്നു. അതിഥിയെ ഞാൻ കല്ല് മാറ്റി എടുത്ത് കയ്യിൽ വെച്ച് അവിടെ നിന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി. തുടക്ക കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവർക്കും കൗതുകമാണ്. എൻ്റെ നാട്ടിലെല്ലാവർക്കും കൗതുകമാണ്. ഞാൻ എന്താ പറയുക, ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ആ അതിഥിയെ പിടികൂടി. ഒരു കുഞ്ഞനതിഥി, എനിക്ക് തോന്നുന്നു ഒരു അന്നത്തെ ഇപ്പോഴത്തെ ഓർമ്മ വെച്ച് അന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒരു 2-2.5 വയസ്സിനടുത്ത് പ്രായമുള്ളൊരു അതിഥിയായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പിടിച്ചിങ്ങനെ കയ്യിൽ, അന്ന് പിടിക്കുന്ന തലയിലാണ്. തലയോടെന്ന് വെച്ചാൽ അന്നത്തെ ആ എക്സ്പീരിയൻസിൻ്റെ കുറവ്. അപ്പോൾ തലയെന്ന് പറയുമ്പോൾ തലയോട് ചേർത്തല്ല പിടിക്കുന്നത്, കുറച്ച് താഴെയാണ്. അങ്ങനെ പിടിച്ച് കയ്യിൽ വെച്ചുകൊണ്ട് അവരുടെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ. അപ്പോൾ അദ്ദേഹം ഉടനെ സൈക്കിളിൽ ലെറ്റർ കൊടുത്തിട്ട് വന്ന് എന്നോട് സംസാരിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഇതിനെക്കൊണ്ട് എൻ്റെ അനിയത്തെ കാണിക്കാൻ വേണ്ടി, എൻ്റെ അനിയത്തെ ലാലി വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അനിയത്തെ കാണിക്കാൻ വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ഇതിനെ പിടികൂടി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പോസ്റ്റ്മാൻ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ ചുറ്റി, ഞാൻ ഈ ഇടത്തെ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുകയാണ് തല. അപ്പോൾ ശകലം ഇറങ്ങിപ്പോയി തല പുള്ളിയോട് സംസാരിക്കുന്നതിനിടയിൽ. അങ്ങനെയാണ് അദ്ദേഹം തിരിഞ്ഞ് നേരെ ഈ കടി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ആദ്യത്തെ കോബ്ര മൂർഖൻ്റെ കടി ഇതായിരുന്നു. ഇവിടെയായിരുന്നു കടിച്ചപ്പോൾ അന്ന് നമ്മുടെ ചെറുപ്പമല്ല, അന്ന് അധികം അറിവുകളില്ലല്ലോ. ആ അറിവില്ലാതിരിക്കുമ്പോൾ കടിച്ചിങ്ങനെ പിടിച്ചിരുന്ന സമയത്ത് ഞാൻ ആ കൈ കൊണ്ട്, എൻ്റെ ഈ തള്ള വിരലുകൊണ്ട് ഈ കടിച്ച് പിടിച്ചിരുന്ന തലയിൽ ഇങ്ങനെ അമർത്തി പിടിച്ചു. പിടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്, ഈ പല്ല് ഇതിനകത്ത് തന്നെ അങ്ങ് ഇരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് 100 മീറ്റർ നടന്ന് വേണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാൻ. അപ്പോൾ അദ്ദേഹത്തിനെ കയ്യിൽ ചുറ്റി കടിച്ചിങ്ങനെ പിടിച്ച് ഞാൻ ആ കടിയോടൊപ്പം തന്നെ തല ഇങ്ങനെ അമർത്തി പിടിച്ച് അതിൻ്റെ പല്ല് ഈ മാംസത്തിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതോടെ തന്നെ വീട്ടിൽ വന്നു, അനിയത്തെ കാണിച്ചു. ഞാൻ ആ കടിച്ചായിരുന്നു ഓർക്കുന്നില്ല. കടിച്ചത് എനിക്ക് അത്ര വലിയ സീരിയസ് ആയിട്ട് തോന്നിയില്ല. കാരണം അന്ന് ഇതിനെക്കുറിച്ച് പാമ്പ് കടിച്ചാൽ മരണപ്പെടുമെന്നോ അല്ലെങ്കിൽ പാമ്പ് കടിച്ച ഒരു ഭീകരതയുള്ള ചിന്തയൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ അതിനകത്താക്കി പതുക്കെ സാവകാശമാക്കി കുപ്പിയൊക്കെ അടച്ച് അതിന് ഹോളൊക്കെ ഇട്ട് എൻ്റെ അനിയത്തെ കാണിച്ച് വീട്ടിൽ വെച്ചു. അപ്പോൾ കടിച്ചു എന്ന് ഞാൻ അനിയത്തോട് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ചേട്ടനോട് ആരും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ കൂടെ വന്നവർ കണ്ടു, കടിക്കുന്നത് കണ്ടു, പോസ്റ്റ്മാൻ കണ്ടു. അങ്ങനെ 3-4 പേര് മാത്രമേ. അന്ന് സലീം എന്നുള്ള ചേട്ടനുണ്ട്, ആ പുള്ളിക്കാരൻ എൻ്റെ കൂടെ അന്ന് മേശിരിയായിട്ട് വരുന്നുണ്ട്. ആ പുള്ളിക്കാരനും കണ്ടു. അപ്പോൾ ഞങ്ങൾ അതൊന്നും കാര്യമാക്കാതെ ഞാനത് വീട്ടിൽ വന്ന് അതൊക്കെ കഴുകിയൊക്കെ പനി വെച്ച് എന്താ കഴിയുന്ന കടി കിട്ടിയോ? ഞാൻ പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ലെന്ന്. കടി കിട്ടി. ഞാൻ നേരെ അവിടെ നേശം ഒരു സമയം കൂടി ഞാൻ ഓർക്കുന്നു. എനിക്കൊന്ന് 9 മണിക്ക് അടുത്ത്, 9-9:30 അടുത്ത്, രാവിലെ പ്രഭാതത്തിൽ 9-9:30 അടുത്താണ് ഈ സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഈ ഇതിനെ കൊണ്ട് കുപ്പിയിൽ അടച്ചതിന് ശേഷം ഞാൻ തിരിച്ച് താപ്പോട്ട് വന്ന് എല്ലാവരും സംസാരിച്ച് നേരെ പണി സൈറ്റിൽ പോകുന്നു. 9:30 കടി കിട്ടി. ഞാൻ 2 മണിയായപ്പോൾ ഇറങ്ങി. കഴിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നെ കാണാൻ വിജയകുമാർ എന്ന് പറയുന്ന ഒരാളും മറ്റൊരാളും കൂടി എന്നെ കാണാൻ വരുന്നു. അപ്പോൾ ഇങ്ങനെ കടി കിട്ടിയാരും പറയുന്നു, ചേട്ടൻ പറയും, സത്യദേവൻ പറയുന്നു. അപ്പോൾ അവർ നമുക്കൊരു മെഡിക്കൽ കോളേജ് വരെ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ മണി എത്രയെന്ന് നോക്കണം, 9:30, 10:30, 11:30, 12:30, 1:30, 2, ഏകദേശം 5.5 മണിക്കൂർ വൈകി. അപ്പോൾ ഞാനും ആ ബോട്ടിലാക്കിയ പാമ്പിനെ വീട്ടിൽ പോയി എടുത്ത് ഈ കയ്യിൽ പിടിച്ച് ആ വിജയ് സൂപ്പർ വണ്ടിയിൽ ഏറ്റവും പുറകിൽ, എൻ്റെ മുന്നിൽ ഒരാൾ ഓട്ടിക്കുന്നു, അതിൻ്റെ അടുത്ത് നടുക്കൊരാളിരിക്കുന്നു, അതിൻ്റെ പുറകിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞങ്ങളവിടെ ചെല്ലുന്ന മെഡിക്കൽ കോളേജിൽ ചെന്ന് കാഷ്വാലിറ്റി ചെന്നു. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ തുണി വെച്ച് ഇവന് കെട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തുണിയാണോ ചാക്ക് നൂലാണോ എന്ന്, ചാക്ക് തയ്ക്കുന്ന നൂലാണോ എന്ന് ഓർമ്മയില്ല. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഈ കൈയൊക്കെ നീരായി. കൈയൊക്കെ ഈ 9:30 സംഭവമല്ല, 5 മണിക്കൂർ കഴിഞ്ഞു ഈ വെള്ളം അങ്ങ് നീരായി. ഇവിടെ ചെറുതായിട്ട് നീര് കയറി. അപ്പോൾ ഞാൻ
അവിടുന്ന് വണ്ടിയിൽ അത് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് വണ്ടിയിൽ തന്നെ അങ്ങ് പോകുന്നു. നേരെ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് എന്നെ നോക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ആളുകൾക്ക് സമയമില്ല. കാരണം ഞാൻ അറിയപ്പെടുന്ന ആളല്ല. പാമ്പ് കടിച്ചു എന്ന് മാത്രമേ, വാവാ സുരേഷ് എന്നുള്ള പേരെ ആർക്കും അറിയില്ല. 30 വർഷങ്ങൾക്ക് മുന്നേ വളരെ അപൂർവങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഞാനൊരാൾ പാമ്പോട്ട് ഇങ്ങനെ ഇറങ്ങി കാഷ്വാലിറ്റിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ കടി കിട്ടിയെന്ന് പറയുന്നു. പാമ്പിനെ കാണാൻ വേണ്ടി എല്ലാവരും ആളുകളങ്ങ് കൂടി. അന്ന് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീമാൻ മുരുകേശൻ സാർ. അന്ന് ജനറൽ മെഡിസിൻ്റെ ഹെഡാണ്. അദ്ദേഹമായിരുന്നു എനിക്ക് യഥാർത്ഥത്തിൽ ട്രീറ്റ്മെൻറ്റ് അന്നത്തെ ചുമതലയുള്ള ആൾ. കൂടെ നാളെ ഈ കെട്ടഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കണ്ണിങ്ങനെ മറഞ്ഞു പോകുന്നു. അപ്പോൾ കെട്ടി വെച്ച സമയത്ത് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ തടഞ്ഞു നിന്നു. കെട്ടഴിച്ചതും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ മങ്ങി പോകുന്നിട്ട് എനിക്ക് നല്ലൊരു ബോധമുണ്ടായി. കാരണം ഞാൻ ഏതോ മറ്റൊരു ലോകത്തേക്ക്, അത് എൻ്റെ ഓർമ്മ ഞാൻ മരിക്കും എന്നായിരുന്നു. കാരണം എല്ലാവരും വില ഇരുത്തി. എന്നുവെച്ചാൽ അന്ന് നമുക്ക് ഇത്രയും പാമ്പ് കടിയേറ്റൽ മെഡിസിൻ്റെ ഒരു കാലഘട്ടം, ഇത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലമല്ല, ആ കാലഘട്ടമല്ല. പെട്ടെന്ന് തന്നെ അടുത്ത ICUയിലേക്ക് മാറ്റുന്നു. അത് കഴിഞ്ഞ് പിന്നെ അബോധാവസ്ഥയിലേക്ക് പോകും. അബോധാവസ്ഥയിൽ പോകുന്നതിന് മുന്നേ എൻ്റെ കൂടെ വന്നവരോട്, മുരുകേശൻ സാറല്ല, ആരാണെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ PGമാരാണെന്നൊന്നും എനിക്കറിയില്ല, ഒരാൾ പറയുന്നുണ്ടായിരുന്നു രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അബോധാവസ്ഥയിൽ 7 ദിവസം വരെ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും, നമുക്കറിയാം നമ്മളെന്തായാലും ജീവിതത്തിലേക്ക് മടങ്ങി വരും. നമ്മുടെ ഉപബോധ മനസ്സ് എപ്പോഴും ഇങ്ങനെ ആക്റ്റീവാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ ബോഡി എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് പോകുന്നതായിട്ട്, ഞാൻ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് വരുന്നതായിട്ടൊക്കെ എൻ്റെ മനസ്സിലിരുന്നു. അപ്പോൾ മനസ്സിൽ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കണം, ഉറക്കത്തിൽ തന്നെ, ആ മയക്കത്തിൽ തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ജീവിതത്തിലേക്കില്ല, എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു. എനിക്ക് ബോധം വരുന്നത് 7ാം ദിവസമാണ്, 6ാമത്തെയോ 7ാം, കൃത്യമായി 30 വർഷം പിന്നോട്ടുള്ളൊരു കാര്യമാണ്. എഴുതി വെച്ചിട്ടുള്ള ഓർമ്മയല്ല, ഓർത്ത് വെച്ചിരിക്കുന്ന കാര്യമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ 7ാം ദിവസം എനിക്ക് ബോധം വരുന്നപ്പോഴാണ് എന്നെ കാണാനായിട്ട് ഓരോരുത്തർ വരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് കടി കിട്ടി 4ാമത്തെ ദിവസമോ 5ാമത്തെ ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്ന ദിവസം വരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ നാട്ടുകാരെല്ലാം ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ കഴിഞ്ഞ് ആഘോഷമൊക്കെ കഴിഞ്ഞ് കോട്ടയ്ക്കകത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ആരോ പറഞ്ഞു കൊടുത്തു വാവാ സുരേഷ് മരിച്ചു എന്ന് പറഞ്ഞു. വാവാ സുരേഷ് എന്നുള്ള വാവ മരിച്ചു, സുരേഷ് എന്നുള്ള പേര് അന്നും ആർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് റീത്ത് വെക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെളിയിൽ വന്നപ്പോൾ വീടിൻ്റെ മുന്നിൽ ആളില്ല, അനക്കമില്ല. വീട്ടിനകത്ത് ലൈറ്റ് ഉണ്ട്, അകത്ത് സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ വെളിയിൽ നിന്നു, റീത്തൊന്നും കാണിച്ചില്ല. അപ്പോൾ അവർ പോയി ചോദിച്ചു എന്താണ് എന്ന് വെച്ചാൽ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പുള്ളി കഞ്ഞി കുടിച്ചു എന്ന്. ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്തോഷം എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ അമ്മ, ചന്ദ്രി എന്ന് പറഞ്ഞ അമ്മയാണ് ഞാൻ മരിച്ചു എന്ന്. അമ്മയുടെ ആരോ പറഞ്ഞു കൊടുത്തു ഞാൻ മരിച്ചു. എൻ്റെ വീട്ടിൽ ഒരു 100 മീറ്റർ അപ്പുറത്താണ്, ഈ കടിയെട്ടീൻ്റെ 100 മീറ്റർ അപ്പുറത്താണ്. അമ്മ എല്ലാവരോടും പറഞ്ഞു. അതൊരു വലിയ വാർത്തയാണ്, ഗ്രാമമല്ലേ, പെട്ടെന്ന് പരന്നു. അപ്പോൾ വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല. പിന്നെ അവർ റീത്ത് ഒളിച്ചു വെച്ചുകൊണ്ട് പിന്നെ എനിക്ക് ബോധം വീണപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറയുന്നത് ഞങ്ങൾ റീത്തുമായിട്ട് വന്നിരുന്നു. എന്തായാലും അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പാമ്പ് കടി എന്ന് പറയുന്നില്ല, മൂർഖനതിയുടെ വെനമുള്ള അതിഥിയുടെ കടി ഇതാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഉള്ളൂർ ഫാസിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ 90, 95 ഈ കാലഘട്ടം. അതിനിടയിലാണ് എനിക്ക് എന്താ പറയുക നല്ല ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞത്. അപ്പോൾ ഡോക്ടർമാരുടെയും ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളുടെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജനങ്ങളുടെയും പ്രാർത്ഥനയാണ് എന്നെ 1996 ആഗസ്റ്റ് മാസം അവസാനത്തെ മരണാവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നതെന്നുള്ളത് കൂടി ഞാൻ ഓർക്കുന്നു.